അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കിൻ കളർ ഒരു ദിവസം പെട്ടെന്ന് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒന്ന് കുറഞ്ഞ പോലെ തോന്നുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രോഗ്രാമിലൊന്നും പോയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോയിട്ടില്ല, സൺടാൻ അടിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ കാണുന്ന ആളുകളൊക്കെ ചോദിക്കും നിങ്ങൾ എന്താ നമ്മുടെ കളർ അങ്ങ് കുറഞ്ഞത്, അല്ലെങ്കിൽ ഭയങ്കര ഡൾ ആയി പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ, നമ്മുടെ സ്കിൻ ആണെങ്കിലും നമ്മുടെ ഫേസ് ആണെങ്കിലും നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് വന്നെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് മാറ്റിയെടുക്കുക. അങ്ങനെയാകുമ്പോൾ തന്നെ നമ്മളെ സ്കിൻ കളർ നമുക്ക് ബാക്ക് ടു നോർമൽ ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. അപ്പൊ അതെന്താന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ ഈ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് ആരെയും കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. അപ്പൊ നമുക്ക് ഇത് എന്താ നോക്കാം. നിങ്ങൾ ഒരുപാട് കോഫി കുടിക്കുന്ന ആളുകളാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഈ ഒരു കോഫി കുടിച്ചത് വെച്ചിട്ട് നമ്മളെ സ്കിൻ കളർ ചേഞ്ച് ആവില്ല. പക്ഷെ നിങ്ങൾ ഒരു ദിവസം ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 2-3 കൂടുതലൊക്കെ കോഫി കുടിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ ഒരു കഫീൻ എന്ന് പറഞ്ഞ കാര്യം നമുക്ക് സ്കിന്നിന്റെ കളർ ചേഞ്ച് ആവുന്നില്ല. പക്ഷെ അതിൽ പകരം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്ന ഷുഗർ ആണെങ്കിലും മിൽക്ക് ആണെങ്കിലും അതിന്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് നമുക്ക് ഇതേപോലെ നമ്മളെ സ്കിന്നിന്റെ കളർ കുറച്ച് വരാനും അതുപോലെ പിഗ്മെന്റേഷൻ ഒക്കെ വന്ന് അതേപോലെ തന്നെ നിൽക്കുന്നതിന്റെ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പൊ ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 കപ്പ് കോഫി നിങ്ങൾ കുടിക്കുന്നതിനെ കൂടെ കുഴപ്പമില്ല. പക്ഷെ 1 അല്ലെങ്കിൽ 2 കൂടുതൽ 3 കൂടുതലൊക്കെ നിങ്ങൾ കോഫി കുടിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഇൻസുലിന്റെയും ഷുഗറിന്റെ ലെവൽ ഇൻക്രീസ് ആവുമ്പോൾ നമുക്ക് ഇതേപോലെ ഫേസിൽ പിഗ്മെന്റേഷൻ വരും. ആ ഒരു നമ്മളെ ഷെയ്ഡ് അങ്ങ് കുറയ്ക്കുന്ന പോലെ നിങ്ങൾക്ക് നമ്മുടെ ഷെയ്ഡ് കുറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്തെങ്കിലും പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അത് അതേപോലെ നിൽക്കും, കുറച്ചും കൂടി ഒരു ഡാർക്കനായിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി 2 കോഫി എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുക. ഡെയിലി 2 കോഫി നമുക്ക് വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. അതിൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന മിൽക്കിന്റെയും ഷുഗറിന്റെയും അളവ് നിങ്ങൾ കുറയ്ക്കാൻ നോക്കുക. പാല് കൂടുതൽ ആഡ് ചെയ്യുന്ന ആളുകളാണ്, ഷുഗർ കൂടുതൽ ആഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതൊന്ന് കുറച്ച് കൊണ്ടുവരുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്ന ഓപ്ഷൻ വരുന്നത്. പിന്നെ നിങ്ങൾ ഇതേപോലെ നമ്മൾ ഒരു 2 നേരം തന്നെ നൈറ്റ് 8 മണിന് മുന്നേ നമ്മൾ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, കോഫി കുടിച്ച് കഴിയാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല ഉറക്കത്തിന്റെ കാര്യങ്ങളൊക്കെ ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു കോഫി കൂടുതൽ കുടിക്കുന്നതിനെ കൊണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഒഴിവാക്കി എടുക്കാൻ വേണ്ടി കഴിയും. പിന്നെ നിങ്ങൾ 5, 6, 8 ടൈം കോഫി കുടിക്കുന്ന ആളുകളാണെങ്കിൽ അത് എന്തായാലും കുറച്ചുണ്ടാവും. അത് നമുക്ക് ഒന്നും കൂടി നമ്മളെ സ്കിന്ന് ഡൾ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കോഫി കുടിക്കാതെ നിൽക്കാനേ പറ്റില്ല എന്ന് പറയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം 2 ടൈമിലേക്ക് ആക്കാന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോഫി നമ്മൾ ഒരു ഗ്ലാസ് കംപ്ലീറ്റ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു കപ്പ് കംപ്ലീറ്റ് കുടിക്കുകയാണെങ്കിൽ അതൊരു ഹാഫ് പോർഷൻ ആക്കിയിട്ട് മാറ്റിക്കൊണ്ടുവരാൻ നോക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാറും. നമുക്ക് ഒരു കോഫി അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ അത് കുറച്ച് കൊണ്ടുവരാൻ നോക്കുക. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബ്ലാക്ക് കോഫി പ്രിഫർ ചെയ്യാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമ്മളെ ഫേസിലാണെങ്കിലും ഒരു പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഒരു സ്കിന്ന് ഡാർക്കൻ ആയിട്ട് മാറുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ പിഗ്മെന്റേഷന് കുറെ ക്രീം വാങ്ങി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഓയിൽമെന്റ് ഉപയോഗിക്കുക, സൺ ടാൻ മാറാൻ വേണ്ടി അത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ ഒരു ഫുഡ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക മെയിൻ ആയിട്ട്. അപ്പൊ നിങ്ങൾ ഒരുപാട് കോഫി കുടിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അത് എന്തായാലും കുറയ്ക്കുക. അത് നിങ്ങളുടെ സ്കിൻ നല്ല രീതിയിൽ ഡള്ളാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടാൽ ബൈ.